എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളോടൊരു കഥ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ കഥയിലേക്ക് കടന്നാലോ? ഇന്നത്തെ കഥയുടെ പേരാണ് മഴ വരുന്നേ മഴ. രാത്രി കറണ്ടില്ലായിരുന്നു. അത് കാരണം ഫാൻ തിരിഞ്ഞില്ല. ഹൗ, എന്തൊരു ചൂടായിരുന്നു ഇന്നലെ രാത്രി. അതോർത്തപ്പോൾ തന്നെ മേലാകെ ചുട്ടുപൊള്ളുന്നതായി തോന്നി കുഞ്ഞുമോന്. മഴ ഇപ്പോൾ പെയ്യുമെന്ന് വിചാരിച്ച് കാത്തിരുന്നു. അത്രയും വലിയ മഴക്കാറായിരുന്നല്ലോ ആകാശത്ത് നിറഞ്ഞത്. ആകെ കറുകറുത്ത മേഘക്കൂട്ടങ്ങൾ. 14-ാം രാവായിരുന്നിട്ടും ഒരിറ്റ് നിലാവിനെ പോലും ഭൂമിയിലേക്ക് വീയാൻ മഴമേഘങ്ങൾ അനുവദിച്ചില്ല. മഴവെള്ളം മുറ്റത്ത് കെട്ടിക്കിടക്കാതിരിക്കാൻ ഓവുചാൽ വരെ തോണ്ടി വൃത്തിയാക്കി. എല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ. ഉമ്മയുടെ പണികളെല്ലാം കഴിഞ്ഞിട്ടേ മഴ പെയ്യാവൂ എന്നായിരുന്നു അപ്പോഴത്തെ പ്രാർത്ഥന. മഴ ദാ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുകയല്ലേ, ഇപ്പം വീഴൂ എന്ന മട്ടിൽ. ഉമ്മയെ പോലെ തന്നെ ഞാനും ഒരുങ്ങിയിരിക്കുകയായിരുന്നല്ലോ മഴ പെയ്യുന്നത് കാണാൻ. കുഞ്ഞോൾക്ക് മഴവെള്ളത്തിലൊഴിക്കാൻ 2 കടലാസ് തോണി വരെ ഉണ്ടാക്കി കൊടുത്തതാണ്. എന്നിട്ട് എന്തായി? പെട്ടെന്നൊരു മിന്നൽ, കണ്ണഞ്ചിപ്പോയി. പിന്നാലെ തന്നെ ഭീകരമായ ഒരു ഇടി. ഇരുന്നിടത്ത് നിന്ന് തുള്ളിപ്പോയി. ഭൂമി ആകെ കുലുങ്ങിയതുപോലെ. അതോടെ കറണ്ടും പോയി. കുഞ്ഞോൾ പേടിച്ച് നിലവിളിച്ചു. പിന്നെ കാറ്റായിരുന്നു വന്നത്. മരങ്ങളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു ചുഴറ്റുന്നൊരു കൊടുങ്കാറ്റ്. തെങ്ങുകളിൽ നിന്നു തേങ്ങ വീണു. ഓലകൾ പാറി. മാവിൻ കൊമ്പ് പൊട്ടി മുറ്റത്ത് വന്നു വീണു. പേടിച്ചു വിറച്ചുപോയ നിമിഷങ്ങൾ. എന്നിട്ടും മഴ പെയ്തോ? ഇല്ല, ഒരു തുള്ളി മഴ പോലും മുറ്റത്ത് വീണില്ല. മഴയെ ആര് കൊണ്ടുപോയി? കാത്തിരുന്നത് വെറുതെയായി. കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം ശാന്തമായി. മെല്ലെ അമ്പിളി അമ്മാവൻ മഴക്കാറു കർട്ടനുകൾക്കുള്ളിലൂടെ ഭൂമിയിലെത്തി നോക്കാൻ തുടങ്ങി. ഭൂമിയിൽ നിലാവ് പരന്നു. ഇരുട്ടുമാഞ്ഞു. അകത്തെ ഇരുട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ കാണാൻ നല്ല രസം. മഴ പെയ്യാതെ പോയല്ലോ. ഉമ്മയുടെ സങ്കടത്തോടെയുള്ള വാക്കുകൾ കേട്ടു. മുറ്റത്തെ വെള്ളത്തിൽ കളിത്തോണിയിറക്കാൻ കാത്തിരുന്ന കുഞ്ഞോൾ കരഞ്ഞു കരഞ്ഞു ഉറങ്ങി. ഉമ്മ അടുക്കള പണിയിലേക്ക് നീങ്ങി. അതോടെ ആകെ മുഷിഞ്ഞു. കിടന്നുറങ്ങിയാലോ എന്ന് ആലോചിച്ചു പോയി. അത് ശരിയല്ലല്ലോ. ഇശായിന് മുമ്പ് കിടന്നുറങ്ങരുതെന്നാണ് ഉമ്മയുടെ കൽപ്പന. അനുസരിച്ചില്ലെങ്കിൽ നല്ല നുള്ളു കിട്ടും. അപ്പോഴാണ് ഉപ്പ വന്നു കയറിയത്. വന്ന പാടെ ഉമ്മ ചോദിച്ചു, അവിടെ എങ്ങാനും മഴ പെയ്തോ? ഉപ്പ ടൗണിൽ നിന്ന് വരികയാണ്. വരുന്ന വഴിക്ക് എവിടെയെങ്കിലും മഴ കണ്ടോ എന്നായിരിക്കും ഉമ്മ ചോദിക്കുന്നത്. ഇല്ല, ഇടിയും മിന്നലും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു, ഉപ്പ പറഞ്ഞു. ദാ ഇപ്പം പെയ്യുമെന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ, ഉമ്മ പറഞ്ഞു. വെള്ളം കുടിക്കുന്നതിനിടയിൽ ഉപ്പ പറയാൻ തുടങ്ങി. ഒക്കെ പടച്ചോൻ്റെ നിശ്ചയം. അവനാണല്ലോ മഴ പെയ്യിക്കുന്നത്. വെള്ളം തരുന്നതും തരാതിരിക്കുന്നതും അവൻ്റെ തീരുമാനങ്ങളാ. അവൻ ഉദ്ദേശിച്ചവർക്ക് മഴ കൊടുക്കും. നമ്മൾ മോഹിച്ചിട്ടും വിചാരിച്ചിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ പടച്ചോൻ എന്താ ഉമ്മ നമുക്ക് മഴ തരാത്തത്? തരും മോനെ, നമ്മൾ പ്രാർത്ഥിക്കണം. അവൻ ഉദ്ദേശിക്കുമ്പോൾ തരും. അപ്പോഴാണ് ഉപ്പയ്ക്കൊരു ഫോൺ വന്നത്. ഉപ്പ ആരോടോ സംസാരിക്കുകയാണ്. നല്ല മഴയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഫോൺ വിളി കഴിഞ്ഞ ശേഷം ഉപ്പ പറഞ്ഞു, കുഞ്ഞോനെ, നിന്റെ മാമനാ വിളിച്ചത്. അവിടെ നല്ല മഴയാണത്രേ. നിസയും ജിനിയും മുറ്റത്ത് അത് കേട്ടപ്പോൾ വല്ലാതായിപ്പോയി. മാമൻ്റെ മക്കളാണ് നിസയും ജിനിയും, എന്നെയും കുഞ്ഞോളെയും പോലെ. ഞങ്ങളും കാത്തിരിക്കുകയായിരുന്നല്ലോ മഴയെ. കടലാസ് തോണി ഉണ്ടാക്കി വെച്ചിരുന്നതായിരുന്നല്ലോ. പാവം കുഞ്ഞോള്. മഴ കാണാനാവാതെ അവൾ കിടന്നുറങ്ങിപ്പോയി. പിന്നെ കറണ്ട് വന്നില്ല. എമർജൻസി ലൈറ്റിൽ ചോറ് തിന്നു കിടന്നു. ചൂടുകൊണ്ട് ഉറക്കം പോലും വരാൻ വൈകി. അതുകൊണ്ടല്ലേ ഇന്നിത്ര ക്ഷീണം, ഒരു മൂടുമില്ലാത്തത്. ഇന്നും മഴക്കാറ് തന്നെ. എൻ്റെ മനസ്സ് പോലെ മൂടിക്കെട്ടിക്കിടക്കുകയാണല്ലോ ആകാശവും. ഇന്നും മഴ പെയ്യുമോ? പെയ്യും. ഉപ്പ പറഞ്ഞില്ലേ പടച്ചോന മഴ തരുന്നത്. അവൻ ഉദ്ദേശിച്ചാൽ മഴ തരാനും ഭൂമിയെ തണുപ്പിക്കാനും അവനൊട്ടും പ്രയാസമില്ല. നമ്മൾ കാത്തിരിക്കുക, അവനോട് ചോദിക്കുക. കാരുണ്യവാനാണല്ലോ അല്ലാഹു.